നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഗുൽമോഹറിനെയാണ്. വേനൽക്കാലത്ത് പൂക്കുകയും വസന്തകാലത്ത് ഇല പൊഴിക്കുകയും ചെയ്യുന്ന ഒരു വൃക്ഷമാണിത്. അനശിപ്പൂമരം, ഗുൽമോഹർ, മധുരാശി മരം എന്നൊക്കെ ഇതിനെ വിളിക്കപ്പെടാറുണ്ട്. ഫെബേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡിലോണിയ റീജിയ എന്നാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് പൂവണിയുന്നത്. റോഡരികിൽ തണലിനായി നട്ടുപിടിപ്പിക്കുന്ന ഒരു അലങ്കാര വൃക്ഷമാണിത്. ഇതിൻ്റെ തണ്ടിന് തീരെ ബലമില്ലാത്തതിനാൽ മഴക്കാലത്ത് ഇത് റോഡരികിൽ വീണ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. സാധാരണയായി 10 മീറ്ററിനധികം ഈ വൃക്ഷം ഉയരം വയ്ക്കാറില്ല. അത്രയും എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തലപ്പ് പരന്ന് പന്തലിക്കുകയും നല്ല തണൽ നൽകുന്ന വൃക്ഷമായി മാറുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഇലകൾ നെല്ലിവൃക്ഷത്തിൻ്റെ ഇലകളോട് സാമ്യമുള്ളതാണ്. അത്രയും ചെറിയ ഇലകളാണ് ഇതിനുള്ളത്. ചുവപ്പ് നിറമുള്ള ഈ പുഷ്പങ്ങളുടെ ദളങ്ങൾക്ക് സ്പൂണിൻ്റെ ആകൃതിയാണ്. ശാഖാഗ്രങ്ങളിൽ പൂങ്കുലകളായി കാണുന്ന ഇവ എന്നും കണ്ണിന് കുളിർമ നൽകുന്ന ഒരു ദൃശ്യമാണ്. ഇതിൻ്റെ വേരുകൾ വളരെ ആഴത്തിൽ പോവാറില്ല. അത് മണ്ണിൻ്റെ ഉപരിതലത്തിൽ പരന്നു തന്നെ കിടക്കും. അതുകൊണ്ട് തന്നെ മറ്റു ചെടികളൊന്നും ഈ ഗുൽമോഹറിൻ്റെ ചുവട്ടിൽ വളരാനുള്ള സാധ്യത വളരെ കുറവാണ്. തോടോടുകൂടി ഇതിൻ്റെ കായ പരന്നിട്ടുള്ളതാണ്. 50 സെൻറ്റിമീറ്ററോളം നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമാണുള്ളത്. അത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അത് വൃക്ഷത്തിൽ നിന്നും അടർന്നു വീഴാറുള്ളൂ. വിത്ത് പാകിയും അതുപോലെ തണ്ടും വേരിൽ നിന്നുമൊക്കെയാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാവാറുള്ളത്. ഫ്ലാവിനോയിഡ്, സിയോക്സാന്തിൻ തുടങ്ങിയ രാസഘടകങ്ങളാണ് ഇതിൻ്റെ മരപ്പെട്ടയിൽ അടങ്ങിയിരിക്കുന്നത്. മരപ്പെട്ട, പൂവ്, വേര് എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. പിത്തരോഗങ്ങൾക്കും അതേപോലെ ശരീരവേദനയ്ക്കും വിരയ്ക്കുമൊക്കെ ഇത് ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ ഗുൽമോഹർ പേര് നല്ല രസമാണ് കേൾക്കാൻ. നാടൻ പറഞ്ഞാൽ അതിന് ഈ പൂമരം എന്നാണ് പറയാം. പക്ഷെ ഇതിന് വാഗയുടെ വെറൈറ്റി ആയിട്ട് പറയുന്നത് വാഗ എന്നതിന് പറയുന്നുണ്ട്. കാരണം ഈ വാഗ ഉപയോഗിക്കുന്നതിൻ്റെ കണ്ടീഷനിലൊക്കെ ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ തൊലി പൊടിച്ചിട്ട് ഈ മേലെ തേച്ച് കുളിക്കുക. വാഗ പോലെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ ചൂട് കുറയും. ഇത് ഈ ഏറ്റവും ഇതിൻ്റെ ഉപയോഗം ഈ വേനൽക്കാലത്ത് നല്ല തണൽ കിട്ടും. ആയുർവേദത്തിൽ ഈ ഗ്രീഷ്മചര്യ പറയുമ്പോൾ ഇതുപോലത്തുള്ള ഈ മരത്തിൻ്റെ താഴെ പോയിട്ട് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറയുന്നുണ്ട്. ഒന്ന് അതിന് നല്ലോണം ഓക്സിജൻ കിട്ടും, ആ ശീതമായ ഇത് ശരീരത്തിലേക്ക് ഏൽക്കും. പിന്നെ ഈ ചൂടുകാലത്ത് ഈ മേലെ ചൂട് പൊന്നുന്നൊരു കണ്ടീഷനുണ്ട്, ഈ രാജിക എന്ന് പറയും, പ്രിക്കിലി ഹീറ്റ്. അതിൽ ഈ ഇതിട്ട് വെള്ളം തമ്മിച്ച് മേലെ കഴുകി കഴിഞ്ഞാൽ ചൂട് പെട്ടെന്ന് കുറയും. പിന്നെ ഇതിൻ്റെ ഈ പൂവ് കാണാൻ നല്ല ഭംഗിയാണ്. അത് ഈ കളർ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നതാണ്. ഈ അതിൻ്റെ പൂവ് അത്ര ഭംഗിയാണ് കാണാൻ, വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ്. ഈ പൂവ് എടുത്തിട്ട് പൊടിച്ചിട്ട് ഈ തേനിൽ ചാലിച്ചിട്ട് ഈ മടമ്പുകളിൽ 2 കാലിനും മടമ്പുകളിൽ ഇങ്ങനെ നന്നായിട്ട് പരട്ടി ഒരു 10 മിനിറ്റ് നിന്നിട്ട് ഇളഞ്ചുള്ള വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ മടമ്പിലുണ്ടാകുന്ന വിള്ളലും ആ മടമ്പ് നല്ല സോഫ്റ്റായിട്ട് മാറും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പൂവ്.